ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനിൽപ്പുവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ മഹിമ വരുന്ന നേരത്തെ സച്ചി അവിടെ കാണരുതെന്ന് ചന്ദ്രയോട് പറഞ്ഞതുകൊണ്ട് തന്നെ ഏത് വിധേനയും സച്ചിയെ വീടിന് പുറത്തിറക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ചന്ദ്രയുള്ളത്. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം 10 മണിക്ക് പോകേണ്ട സച്ചിക്ക് വേണ്ടിയിട്ട് നേരത്തെ ഭക്ഷണം എടുത്ത് വെക്കാനും നേരത്തെ സച്ചിയെ പറഞ്ഞു വിടാനൊക്കെ ആയിട്ട് രേവതിയോടായിട്ട് ചെന്ന് പറയുകയാണ് ചന്ദ്ര. അപ്പോൾ രേവതി പറയുന്നുണ്ടായിരുന്നു സച്ചിയേട്ടന് 10 മണിക്കാണ് അമ്മയോട്ടും എന്തിനാ ഇപ്പോഴേ പോകുന്നതെന്ന് പറയുമ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും, നേരത്തെ തന്നെ അവന് ഭക്ഷണം കൊടുത്ത് പറഞ്ഞു വിടുക എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് രേവതി ആകെ അതിശയിച്ച് നിൽക്കുകയാണ്. ഹാളിലേക്ക് ചെല്ലുന്ന ചന്ദ്ര സച്ചി വരുന്ന കാണുമ്പോൾ തന്നെ രേവതിയോട് വിളിച്ചു പറയുന്നുണ്ട്, രേവതി ഇതേ സച്ചി വന്നു, അവന് വേഗം ഭക്ഷണം എടുത്തു കൊടുക്കുക, അവൻ എത്രയും വേഗം പോകണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ചന്ദ്ര തന്നെയാണ് സച്ചിക്ക് വേണ്ടിയുള്ള ഭക്ഷണമൊക്കെ എടുത്തു വെക്കുന്നത്. ഇത് കാണുമ്പോഴത്തേ സച്ചി വേഗം തന്നെ രേവതിക്കിട്ട് ഒരു കില്ല് കൊടുക്കുമ്പോഴത്തേക്കും രേവതി കരയാണ്. അപ്പം തന്നെ സച്ചി പറയുന്നുണ്ട്, ഓ ഭാഗ്യം, ഇത് സ്വപ്നമല്ലേ, ഈ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി, എനിക്ക് ഭ്രാന്ത് പിടിച്ചതാണോ അതോ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചതാണോ എന്നൊക്കെ ചോദിക്കുകയാണ് സച്ചി. അവസാനം സച്ചിയെ നിർബന്ധിച്ച് തന്നെ സീറ്റിൽ പിടിച്ചിരുത്തുകയും ഭക്ഷണം വിളമ്പി കൊടുക്കുകയും വേഗം കഴിക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ് ചന്ദ്ര. ഇതൊക്കെ ഒരു അതിശയത്തോടുകൂടി തന്നെ നോക്കിക്കാണുകയാണ് രേവതിയും സച്ചിയും എല്ലാം തന്നെ. ഇതിനിടയിൽ ശ്രുതി ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്ത്, നീ എന്തിനാ ഇപ്പം കഴിക്കുന്നത്, നീ പിന്നീടല്ലേ പോകുന്നത്, സച്ചിക്കല്ലേ ആദ്യം പോകേണ്ടത്, അവൻ വേഗം ഭക്ഷണം കഴിക്കട്ടെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴും രേവതിയും സച്ചിയും പരസ്പരം നോക്കുകയാണ്, ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാതെ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ പൂരി മസാലയുടെ മണമൊക്കെ അടിച്ചിട്ടാണെങ്കിൽ വിശപ്പും കാരണം സഹിക്കാൻ പറ്റുന്നില്ല, ഈ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിറുപിറുത്തോണ്ട് ഹാളിൽ കയറി പോയിരിക്കുന്നു. ആ സമയം തന്നെ അങ്ങോട്ടേക്ക് രവീന്ദ്രൻ വരുന്നുണ്ട്. അച്ഛൻ കഴിച്ചോ എന്ന് ശ്രുതി ചോദിക്കുന്ന സമയത്ത് ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് എന്നാൽ നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി രവീന്ദ്രനായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്തും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സച്ചിയോടായിട്ട് വേഗം കഴിക്കുക സച്ചി, സമയം വൈകിപ്പോ, നിനക്ക് നേരത്തെ ജോലിക്ക് പോകണ്ട, നേരത്തെ ജോലിക്ക് പോയാലല്ലേ നേരത്തെ വരുന്ന ഓട്ടമൊക്കെ നിനക്ക് കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ് കേട്ടോ ചന്ദ്ര. അങ്ങനെ അവസാനം ഒരു കണക്കിന് സച്ചിയെ കൊണ്ട് തീറ്റിച്ചതിന് ശേഷം വേഗം തന്നെ സച്ചിയോട് പോകാൻ പറയാണ്. പോകാൻ നേരത്തെ രേവതിയോടായിട്ട്, രേവതി ഞാൻ പോട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വേഗം പറയും രേവതി, അവൻ പോകട്ടെ എന്ന് ചന്ദ്ര മറുപടി പറയുന്നുണ്ട് കേട്ടോ. രേവതി ആണെങ്കിലോ ആ ശരി സച്ചിയേട്ടാന്ന് പറയാണ്. അങ്ങനെ നമ്മൾ സച്ചി പോകാൻ നേരത്തെ രവിയോടായിട്ട് യാത്ര പറയുന്നുണ്ട്. സച്ചി പോയി കഴിയുമ്പോഴാണ് ചന്ദ്രയ്ക്ക് ആശ്വാസമാവുന്നത്. ചന്ദ്ര ഒന്ന് നെടുവുൾപ്പെടുന്ന സമയത്ത് തന്നെ സച്ചി തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛ ഞാൻ ഒന്നുകൂടെ പോട്ടെ അച്ഛ, ഡാ സുധി. കാരണം ഇതുവരെ ഉണ്ടാവാത്ത സംഭവമാണ് നമ്മുടെ സച്ചി പോകുന്ന സമയത്ത് ശ്രുതിയോട് യാത്ര ചോദിക്കുന്നത്. അങ്ങനെ ശ്രുതിയും വാ പൊളിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ സച്ചിയൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം രക്ഷപ്പെട്ടു, ഇനി അവൻ പോയല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ശ്രുതി അങ്ങോട്ടേക്ക് വന്ന് ശ്രുതിന് ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ്. അപ്പോൾ തന്നെ ചന്ദ്ര രേവതി എല്ലാവർക്കുള്ള ഭക്ഷണം എടുത്ത് വെക്കുക, എല്ലാവരും കഴിക്കട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ ശ്രുതിയും ഡൈനിങ് റൂമിലേക്ക് പോകുന്ന സമയത്ത് ചന്ദ്ര വേഗം തന്നെ വിളിക്കുന്നുണ്ട്, ശ്രുതി നിങ്ങളിപ്പോൾ ഇരിക്കാൻ പോകണം, വേറൊരു കാര്യമുണ്ട്, നീ ആ സോഫയൊക്കെ ഒന്ന് ശരിയാക്കിയിട്ടേ എന്ന് പറയുമ്പോഴത്തേക്ക് കഴിച്ചിട്ട് പോരെ അമ്മയെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. അത് പറ്റില്ല, ഇപ്പം തന്നെ ശരിയാക്കിയെന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ശ്രുതിയെ വിളിച്ചുകൊണ്ട് ചന്ദ്ര ഹാളിലേക്ക് ചെല്ലുന്ന സമയത്താണ് വീണ്ടും കയറി വരുന്നത് സച്ചി വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല, പൗഡർ എടുത്ത് ഞാൻ പോവാണ് കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതിയെ പോലെ തന്നെ ശ്രുതിയും വാ പിടിച്ച് നിൽക്കുകയാണ്. നിനക്ക് എന്ത് പറ്റി സച്ചി എന്ന് രവി ചോദിക്കുന്ന സമയത്ത്, അല്ല അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ എവിടെ പോയാലും എല്ലാവരുടെ യാത്ര ചോദിക്കണം എന്നൊക്കെ. എന്തായാലും ഇപ്പം നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ചന്ദ്ര ഓവറായിട്ട് തന്നെ സച്ചിനെ സ്നേഹിച്ചതുകൊണ്ട് അതിൻ്റെ കിളി പോയിട്ടിരിക്കുകയാണ് നമ്മുടെ സച്ചിക്ക്. അങ്ങനെ ശ്രുതിയോട് യാത്ര പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴത്തേക്ക് ചന്ദ്ര പറയുന്നു, നീ ഒന്ന് പോടാ സച്ചി, നിനക്ക് ഓട്ടം പോകണ്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ചന്ദ്ര ഒരു കണക്കിന് സച്ചിനെ ഓടിച്ചിടുകയാണ് കേട്ടോ. അതിനുശേഷം ഇവരൊക്കെ വർത്തമാനം പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് വീണ്ടും വന്ന് സച്ചി, അയ്യോ അമ്മേ എനിക്ക് വയറുവേദന എടുക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് വേഗം ഓടി വരികയാണ്. ഓടി വരുന്ന കാണുമ്പോഴത്തേക്കും ചന്ദ്രയുടെ എല്ലാം നഷ്ടപ്പെട്ടു. ചന്ദ്ര പറയുന്നുണ്ട്, നീ പൊക്കോടെ, ഓട്ടം പോകുന്നതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഇങ്ങനെ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടാവും, നീ അവിടേക്ക് കയറിയാൽ മതി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സച്ചി പറ്റില്ല ഇനിയിപ്പോൾ ഇവിടം വരെ മതില്ല, ഇനി ഞാൻ പബ്ലിക് ടോയ്ലറ്റ് വരെ പോകാൻ എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ ബെഡ്റൂമിൻ്റെ അകത്തുള്ള ബാത്റൂമിലേക്ക് കയറുകയാണ് കേട്ടോ. ചന്ദ്രയാണെങ്കിൽ എല്ലാം കൈവിട്ട് പോയെന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. ചന്ദ്രൻ ഞാൻ താഴത്തേക്ക് വന്നത് ശ്രീകാന്തും വർഷയും ഇന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു സമയം തന്നെയാണ് അങ്ങോട്ടേക്ക് മഹിമ ശ്രീകാന്തിനെ വർഷയും കൂട്ടിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ഇവർ വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് രവി അടക്കം എല്ലാവരും തന്നെ ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലാവുകയാണ് കേട്ടോ. അപ്പോൾ ഇവർ വരുന്ന സമയത്ത് ചന്ദ്ര വേഗം തന്നെ ഇവരെ കണ്ടുകൊണ്ട് ഓടി ചെല്ലുമ്പോഴത്തേക്കും പെട്ടെന്ന് സ്റ്റക്കാവുകയാണ്. എന്നിട്ട് രവിയേട്ടനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, രവിയേട്ട ഇവരെ വിളിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും രവിയേട്ടനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയുന്നില്ല കേട്ടോ. ഈ സമയം ശ്രീകാന്ത് ശ്രുതിയോടായിട്ട് ഏട്ടനെങ്ങനെയുണ്ട് സുഖമാണോ എന്ന് ചോദിക്കുകയാണ്. ശ്രുതി പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. അതിനുശേഷം അച്ഛൻ്റെ മുഖത്തേക്കിട്ട് അച്ഛൻ അസുഖം കുറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ രവീന്ദ്രനും പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയുന്നില്ല കേട്ടോ. ഇതെല്ലാം ശ്രീകാന്തിനെ വല്ലാതെ വിഷമത്തിലാക്കുന്നുണ്ട്. അതിനുശേഷം ചന്ദ്ര രേവതിയോടും അതുപോലെ തന്നെ ശ്രുതിയോടായിട്ട് ആരതി എടുത്തുകൊണ്ട് വരാനായിട്ട് പറയുകയാണ്. അങ്ങനെ ഇരുവരും കൂടെ കൂടിയിട്ട് ആരതി എടുത്തുകൊണ്ട് വരുന്ന സമയത്ത്
കൂടി ആരതി എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ഇരുവരോടും കൂടി തന്നെയാണ്, അതായത് രേവതിയോടും ശ്രുതിയോടും കൂടിയിട്ടാണ് ശ്രീകാന്തിനെയും വർഷയെയും ആരതി ഒഴിയാനായിട്ട് ചന്ദ്ര ആവശ്യപ്പെടുന്നത്. ഈ സമയത്ത് ശ്രുതി നേരെ പോവുകയും രേവതി ഒന്ന് അച്ഛനെ നോക്കുന്നുണ്ട് സമ്മതത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനിടയിൽ ചന്ദ്ര ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല, സച്ചിയെ പറഞ്ഞു വിടാൻ പറ്റില്ല എന്ന് മനസ്സിലായിക്കൊണ്ട് നേരെ മുകളിലേക്ക് ചെല്ലുകയും സച്ചി കയറിയ ബാത്റൂമിൻ്റെ ആ ഡോറ് പുറത്തുനിന്ന് പൂട്ടുകയും ചെയ്യുകയാണ്. അതിനുശേഷമാണ് താഴത്തേക്ക് ഇറങ്ങി വരുന്നത്. രേവതിയോടും ശ്രുതിയോടും ശ്രീകാന്തിനെ ആരതി ഒഴിയാനൊക്കെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് രവി വേഗം വർഷയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ അച്ഛൻ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അമ്മേ മറുപടി പറയുക എന്ന് പറഞ്ഞുകൊണ്ട് മഹിമയെ നോക്കുകയാണ്. ഈ സമയത്ത് മഹിമ പറയുന്നുണ്ട്, മധുവേട്ടന് ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് പോയിരിക്കുകയാണ്. എന്തായാലും അപ്പോൾ അങ്ങനെ നമ്മുടെ ശ്രീകാന്തിനെയും വർഷയെയും രവിയെ വീട്ടിലേക്ക് കയറ്റുമോ എന്നുള്ളൊരു ആകാംക്ഷയോട് കൂടിയിട്ടുള്ള ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.